നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ആരോഗ്യമന്ത്രിക്കെതിരെ KSU നടത്തിയ പ്രതിഷേധത്തിൽ മന്ത്രിക്ക് പരിക്കുപറ്റിയതിൽ വ്യാപക പ്രതിഷേധമാണ് CPM സംസ്ഥാനത്താകെ നടത്തുന്നത്. ഇന്നലെ രാത്രിയുമൊക്കെ ഏറെ വൈകിയും പ്രതിഷേധം നടന്നു. പ്രതിരോധിക്കാൻ കോൺഗ്രസും രംഗത്തുണ്ട്. ഒപ്പം തന്നെ VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര തെക്കൻ ജില്ലകളിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഒക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ചർച്ചയിലൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ദേശീയ തലത്തിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശനത്തിൻ്റെ ഭാഗമായി ഇന്നലെ ഇസ്രായേൽ പാർലമെന്റിലൊക്കെ സംസാരിക്കുന്നു. അത് ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന ഒരു ഘട്ടമുണ്ടാകുന്നു. ഒപ്പം തന്നെ ഇറാൻ അമേരിക്ക മൂന്നാം ഘട്ട ആണവ ചർച്ച ഇന്ന് നടക്കുന്നുണ്ട്. അത് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യം കൂടിയാണ്. ഒപ്പം ക്രിക്കറ്റിലേക്ക് വരികയാണെങ്കിൽ T20 ലോകകപ്പിൽ ഇന്ത്യക്ക് ഇന്ന് നിർണായകം കൂടിയാണ്. അങ്ങനെ നിരവധി വാർത്തകളുള്ള ഒരു ദിവസമാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായി KSU പ്രതിഷേധവും പരിക്കും രാഷ്ട്രീയായുധമാക്കി ഭരണപ്രതിപക്ഷം. 5 KSU പ്രവർത്തകർ റിമാൻഡിൽ. KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെ വധശ്രമത്തിന് കേസ്. പലയിടത്തും അക്രമം. കണ്ണൂർ കൊടിയേരിയിൽ കോൺഗ്രസ് ഓഫീസിന് തീയിട്ടു. പ്രതിഷേധ പ്രകടനങ്ങൾ തുടർന്ന് കോൺഗ്രസും CPM-ഉം. മന്ത്രിക്കിന്ന് വിദഗ്ധ പരിശോധന. VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ആലപ്പുഴ ജില്ലയിൽ. KSU പ്രതിഷേധത്തിൽ ആരോഗ്യമന്ത്രിക്ക് പരിക്കേറ്റ പശ്ചാത്തലത്തിൽ യാത്ര കനത്ത സുരക്ഷയിൽ. നേമത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസിനുള്ളിൽ ചർച്ചകൾ സജീവം. MM ഹസന്റെ പേര് പരിഗണനയിൽ. മുണ്ടക്കൈ ദുരിതബാധിതർക്കായി കോൺഗ്രസ് നിർമ്മിക്കുന്ന വീടുകൾക്കിന്ന് രാഹുൽ ഗാന്ധി തറക്കല്ലിടും. പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും പങ്കെടുക്കും. ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുക 50 വീടുകൾ. ഇന്ത്യ ഇസ്രയേൽ ഉഭയകക്ഷി ചർച്ച ഇന്ന്. പ്രതിരോധം, വ്യാപാരം, സാമ്പത്തിക സഹകരണം തുടങ്ങി വിവിധ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. ഇസ്രയേൽ പ്രസിഡന്റുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ഇറാൻ അമേരിക്ക മൂന്നാം ഘട്ട ആണവ ചർച്ച ഇന്ന്. കോഴിക്കോട് കോർപ്പറേഷന്റെ അനാസ്ഥ തുടരുന്നു. ജീവൻ പണയം വെച്ച് ജോലി ചെയ്യേണ്ട സ്ഥിതിയിൽ ജവഹർ ബിൽഡിംഗിലെ തൊഴിലാളികൾ. ബീമുകളുടെ കോൺക്രീറ്റ് ഏത് നിമിഷവും തലയിൽ പതിക്കാവുന്ന അവസ്ഥയിൽ. നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. T20 ലോകകപ്പിൽ ഇന്ത്യക്കിന്ന് നിർണായകം. സെമി സാധ്യത നിലനിർത്താൻ സിംബാബ്വെക്കെതിരെ വൻ ജയം അനിവാര്യം. വെസ്റ്റ് ഇൻഡീസ് ദക്ഷിണാഫ്രിക്ക മത്സരവും ഇന്ന്. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ KSU പ്രതിഷേധവും മന്ത്രിക്ക് പരിക്കേറ്റതും രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ഭരണപ്രതിപക്ഷം. കോൺഗ്രസിന്റെയും CPM-ന്റെയും പ്രതിഷേധ പ്രകടനങ്ങൾ ഇന്നും തുടരും. സംസ്ഥാനത്ത് പലയിടത്തും രാത്രിയിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. അക്രമ സാധ്യത കണക്കിലെടുത്ത് CPM കോൺഗ്രസ് പാർട്ടി ഓഫീസുകളിൽ വലിയ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ആക്രമണം ഗൂഢാലോചനയെന്ന ആരോപണം ശക്തമാക്കിയിരിക്കുകയാണ് CPM-ഉം. മന്ത്രിയുടെ ആശുപത്രിവാസം നാടകമെന്ന് പരിഹസിച്ച് കോൺഗ്രസും രംഗത്തുണ്ട്. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൺഫിലിറ്റ്, സൂചിപ്പിച്ച പോലെ തന്നെ മന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം വലിയ രീതിയിലാണ് രാഷ്ട്രീയ ആയുധമാക്കുന്നത് ഭരണപ്രതിപക്ഷം. ഇന്നലെ രാത്രി ഏറെ വൈകിയും സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ CPM-ന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നിരുന്നു. എന്നാൽ കോൺഗ്രസ് ഏത് രീതിയിലായിരിക്കും ഇനി അങ്ങോട്ട് അതിനെ പ്രതിരോധിക്കുക? ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഈ KSU മന്ത്രിക്കെതിരെ നടത്തിയ ആക്രമണം പ്രതിരോധിച്ച് രംഗത്തെത്തിയിരുന്നു. ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും ഭരണപ്രതിപക്ഷ നീക്കം? അത് തന്നെയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപകമായി പാർട്ടി ഓഫീസുകളിലും അത് പാർട്ടി പ്രവർത്തകർ കേന്ദ്രീകരിച്ചുമൊക്കെ നടക്കുന്നത്. വർഗ ബഹുജന സംഘടനകളുടെ പ്രതിഷേധം തന്നെ പറയേണ്ടിയിരിക്കുന്നു വലിയ രീതിയിൽ. കാരണം ഈ സംഭവം ഇന്നലെ വൈകിട്ടോടുകൂടി ഉണ്ടായ സമയം മുതൽ തന്നെ കോൺഗ്രസിൻ്റെ പ്രകടനങ്ങൾക്ക് നേരെയും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ ആ ബാനറുകളും തോരണങ്ങളും ഒക്കെ തന്നെയും കത്തിച്ചു കളയുന്നു, വലിച്ചു കീറി ആ രീതിയിലുള്ള ഒരു അക്രമ സംഭവങ്ങളാണ് CPM-ന്റെ DYFI പ്രവർത്തകരുടെയൊക്കെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. തിരിച്ച് കോൺഗ്രസും വലിയ രീതിയിൽ തന്നെ പ്രതിരോധിക്കുന്നു. പ്രകടനവുമായി കോൺഗ്രസ് പ്രവർത്തകരുമൊക്കെ എത്തുന്നു. ഇത് ഈ പ്രധാനമായും കോൺഗ്രസ് പ്രതിരോധിക്കുന്നത്
ഈ മന്ത്രി വീണ ജോർജിൻ്റെ അടുത്തേക്ക് KSU പ്രവർത്തകർ പോകുന്നതിൻ്റെ യാതൊരു ദൃശ്യങ്ങൾ പോലും പുറത്തു വന്നിട്ടില്ല. മാത്രവുമല്ല, മന്ത്രി വീണ ജോർജിൻ്റെ കൈക്ക് പരിക്കേറ്റുന്നത് അതിനു മുമ്പ് നടന്നൊരു പരിപാടിയിലും ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള ഒരു ആരോപണമാണ്, ശക്തമായ ഒരു ആരോപണമാണ് പ്രതിപക്ഷം കോൺഗ്രസ് കൊണ്ടുവരുന്നത്. ഇത് വെറും ഒരു ഗൂഢാലോചനയാണ്, ഇതൊരു നാടകമാണ് എന്ന രീതിയിൽ പരിഹസിക്കുകയാണ്. ഇത് ഈ രാഷ്ട്രീയമായി തന്നെ ഈ സംഭവം ഉണ്ടായപ്പോൾ അതിനെ വലിയ രീതിയിൽ ആയുധമാക്കി മാറ്റുകയാണ് CPM എന്ന രീതിയിലുള്ള ഒരു പ്രതിരോധ കവചമാണ് കോൺഗ്രസ് തീർത്തിരിക്കുന്നത്. മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഓഫീസുകൾക്ക്, പാർട്ടി ഓഫീസുകൾക്ക് നേരെ തെരഞ്ഞെടുപ്പ് ജാഥകൾക്ക്, പ്രകടനങ്ങൾക്ക് നേരെ നടത്തുന്ന ഈ പ്രതിഷേധമൊക്കെ, CPMൻ്റെ ഈ പ്രതിഷേധമൊക്കെ വളരെ ശക്തമായി തന്നെ ചെറുക്കുകയാണ് കോൺഗ്രസ്. അത് വളരെ ശക്തമായി തന്നെ പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട് കോൺഗ്രസ്. അതും കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നലെ രാത്രിയൊക്കെ വിവിധ ഇടങ്ങളിലാണ്, അതായത് പലയിടങ്ങളിലും പരസ്പരം പോരടിക്കുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. അതായത് രണ്ട് വിഭാഗക്കാരും പ്രവർത്തകരൊക്കെ തന്നെ ഈ തെരുവിലിറങ്ങുന്ന പ്രവർത്തകരൊക്കെ തന്നെ പലയിടത്തും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. തലസ്ഥാനത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ്. ഈ കന്റോൺമെൻറ്റ് ഹൗസിലേക്കൊക്കെ പ്രതിഷേധവുമായി നടത്താൻ CPM DYFI പ്ലാൻ ചെയ്തിരുന്നു. അതിനുശേഷം DYFI അത് സെക്രട്ടേറിയറ്റിലേക്കൊക്കെ മാറ്റുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട സ്ഥലം ഇന്നലെ സെക്രട്ടേറിയറ്റ് നടയിലും രക്തസാക്ഷി മണ്ഡപത്തിലും പാളയത്തും ഉടനീളം തന്നെ ഇന്നലെ വൈകിട്ടോടുകൂടി തലസ്ഥാനത്ത് പലയിടങ്ങൾ വിവിധ കേന്ദ്രങ്ങളിലും വലിയ രീതിയിലുള്ള പ്രകടനങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ നടന്നു. അത് പ്രതിരോധിക്കാൻ കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തിറങ്ങുന്ന കാഴ്ച നമ്മൾ പലയിടത്തും വ്യാപകമായി കാണുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ CPMൻ്റെയും അതോടൊപ്പം കോൺഗ്രസിൻ്റെയൊക്കെ പാർട്ടി ഓഫീസുകളിൽ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലായാലും പ്രാദേശിക കേന്ദ്രങ്ങളിലായാലും ഇടങ്ങളിലൊക്കെ ആയാലും സാധ്യതയുള്ള അക്രമത്തിന് സാധ്യത, പ്രത്യേകിച്ച് കണ്ണൂരിലൊക്കെ തന്നെ നമ്മളിത് കണ്ടതാണ്. ഇന്നലെ മുതൽ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്കോ ക്രമസമാധാന തകർച്ചയിലേക്കോ പോകാതിരിക്കാനുള്ള എല്ലാ സുരക്ഷാ സംവിധാനം ഇതിൻ്റെ ഭാഗത്തോടുകൂടി ആഭ്യന്തര വകുപ്പ് ഒതുക്കിയിട്ടുണ്ട്. അൺഫിറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ പ്രതിഷേധമാണ്. ഒരു ഭാഗത്ത് കോൺഗ്രസ്, മറുഭാഗത്ത് CPM. നമുക്കറിയാം, ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മന്ത്രി വീണ ജോർജിനെതിരെ യൂത്ത് കോൺഗ്രസ് ഔദ്യോഗിക വസതിയിലേക്ക് റീത്ത് വെച്ച് പ്രതിഷേധിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് അത്തരത്തിലുള്ള പ്രതിഷേധത്തെ എതിർക്കുമ്പോൾ ഇന്നലത്തെ KSU പ്രതിഷേധത്തെ വലിയ രീതിയിൽ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പ്രത്യേകിച്ച് KPCC അധ്യക്ഷനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവൊക്കെ വലിയ രീതിയിൽ, കാരണം ഈ മന്ത്രിക്കെതിരെ അത്തരത്തിലൊരു ആക്രമണം KSUവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല, ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ് എന്ന് പറഞ്ഞ് പ്രതിരോധിക്കുന്നു. പക്ഷേ CPM അതിനെ വലിയ രീതിയിൽ രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ എങ്ങനെയായിരിക്കും, അതിനെ രാഷ്ട്രീയമായി തന്നെ ആയിരിക്കില്ലേ കോൺഗ്രസും പ്രതിരോധിക്കുക? ഉറപ്പായും അത് തന്നെയാണ്. അതായത് ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ രാഷ്ട്രീയമായ പ്രതിരോധ കവചം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. കോൺഗ്രസ് വാദിക്കുന്നത് ദൃശ്യങ്ങളിലൊന്നും തന്നെയും ഈ CPM പറയുന്നത് പോലെ മന്ത്രിക്ക് നേരെ ഒരു കയ്യേറ്റ ശ്രമം നടത്തുന്ന ദൃശ്യങ്ങളൊന്നും കാണുന്നില്ല. മന്ത്രിയുടെ അടുത്ത് പോലും KSU പ്രവർത്തകർ പോയിട്ടില്ല. മാത്രമല്ല, ദൃശ്യങ്ങൾ കാണുന്നത് നേരെ വിപരീതമാണ്. മന്ത്രി ഈ പ്രവർത്തകരെ ആക്രോശിക്കുന്ന ദൃശ്യങ്ങളാണ് ചാനലുകളിലൊക്കെ തന്നെ ഇന്നലെ വൈകിട്ട് തത്സമയമായി സംപ്രേഷണം ചെയ്തത്. അപ്പോൾ മന്ത്രി ആക്രോശിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ പ്രവർത്തകർ ആരും തന്നെ മന്ത്രിയുടെ അടുത്ത് പോയിട്ടില്ല. കാരണം ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നത് 5 or 6 KSU പ്രവർത്തകർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതേസമയം 20-ലധികമോ അല്ലെങ്കിൽ 20ഓളമോ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ, പോലീസ് സെക്യൂരിറ്റിയുടെ സംവിധാനങ്ങൾക്ക് നടുവിലായിരുന്നു മന്ത്രി നിന്നത്. കോൺഗ്രസ് ആരോപിക്കുന്നത് ഈ കഴുത്തിന് പരിക്കേറ്റു എന്ന് പറയുമ്പോൾ മന്ത്രിയെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ച സെക്യൂരിറ്റി, മന്ത്രിയുടെ ഗാർഡിൽ നിന്ന് തന്നെയാണ്, പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നോ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്നോ തന്നെ ഈ പരിക്ക് പറ്റിയിട്ടുണ്ടാകാം എന്നൊരു സംശയം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ മന്ത്രിയെ പരിഹസിച്ച്, മന്ത്രി ഒരു കലാകാരിയാണ്, സ്കൂൾ കാലത്ത് നടത്തിയ മിമിക്രിയും മോണോ ആക്റ്റും ഒക്കെ ഇവിടെ അവതരിപ്പിക്കുന്ന രീതിയിൽ കണക്കറ്റ് പരിഹസിച്ച് കോൺഗ്രസ് വൃത്തങ്ങളൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഉടനീളം തന്നെ കോൺഗ്രസ്. മാത്രമല്ല, ഈ കൈക്ക് പരിക്കേറ്റു എന്ന് പറയുമ്പോൾ പരിപാടിക്ക് മുമ്പുണ്ടായിരുന്ന കയ്യിലെ പരിക്കൊക്കെ തൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ എടുത്താണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസ് പ്രതിരോധമൊക്കെ തീർക്കുന്നത്. എന്നാൽ CPM ആകട്ടെ ഇതങ്ങനെ അല്ല, ഈ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നത് ഇന്നലെ രാത്രിയോടുകൂടി സ്പീക്കർ AN ഷംസീർ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹം റെയിൽവേ സ്റ്റേഷൻ മാധ്യമങ്ങൾക്ക് രാത്രി നൽകിയ ബൈറ്റിൽ തന്നെ അദ്ദേഹം പറയുന്നത് ഈ പരിക്ക് എന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ച പരിക്ക് തന്നെയാണ്, അത് തെളിവുണ്ട്, മാത്രമല്ല വിശദമായ പരിശോധനാ റിപ്പോർട്ട് വരുമ്പോൾ അറിയാൻ പറ്റും. അതായത് ഈ ദൃശ്യങ്ങൾ എവിടെ എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ, വിശദമായ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരും, അപ്പോൾ എല്ലാം വ്യക്തമാകുമെന്ന് CPM ആ രീതിയിൽ തന്നെ ആരോപണം ഉന്നയിക്കുന്നു. അങ്ങനെ ഈ മന്ത്രിക്ക് ഉണ്ടായ പരിക്ക് ഇതൊരു ഗൂഢാലോചനയാണ് എന്ന് CPM വാദിക്കുന്നു. കാരണം CPM പറയുന്നത് നേരത്തെ തന്നെ ഇവർ ആസൂത്രണം ചെയ്തിരുന്നതാണ് മന്ത്രിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാക്കുക. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ കണ്ണൂരിൽ കണ്ടത് എന്ന് ആ ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തിയതാണ്. മാത്രമല്ല, ആ ഗൂഢാലോചന നടത്തിയതും കോൺഗ്രസ് നേതൃത്വം പ്ലാൻ ചെയ്തൊരു ഗൂഢാലോചനയാണ്. കോൺഗ്രസ് നേതൃത്വം പ്ലാൻ ചെയ്തത് KSU പ്രവർത്തകരെ ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഗുരുതരമായ ആരോപണമാണ് CPM. മാത്രമല്ല, CPM
CPM ഈ പ്രതിഷേധം സംഘടിപ്പിക്കാൻ സംഭവം ഉണ്ടായപ്പോൾ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ വലിയ രീതിയിൽ പ്രതിഷേധം നടക്കുമ്പോൾ ഇന്നലെ ഈ വൈകിട്ടോടുകൂടി തന്നെ കോൺഗ്രസിന്റെ പ്രതിരോധമാണ് ഇത് നാടകമാണ് എന്ന രീതിയിൽ. പക്ഷേ ഇത് അങ്ങനെ അവസാനിക്കുന്നതല്ല. ഈ വിഷയം തെരഞ്ഞെടുപ്പായതുകൊണ്ട് മന്ത്രി പരിക്കേറ്റ് ICUവിലാണ്. മന്ത്രിയുടെ വിശദമായ പരിശോധനാ റിപ്പോർട്ടും ഒക്കെ തന്നെ ഇന്ന് വരും. അതിനെ രാഷ്ട്രീയമായുധമാക്കി തെരഞ്ഞെടുപ്പിലുടനീളം പോലും കാരണം ഒരു മന്ത്രിയെ കയ്യേറ്റം ചെയ്യും. ഇന്നലെ CPMന്റെ പല കേന്ദ്രങ്ങളും മന്ത്രിമാരുടെയൊക്കെ പ്രസ്താവനകൾ കേരളത്തിലെ ചരിത്രത്തിലൊരു വനിതാ മന്ത്രിക്ക് നേരെ ഈ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിട്ടില്ല. ഇത് കോൺഗ്രസ് നടത്തി. കാരണം മുഖ്യമന്ത്രി തീർച്ചയായും അത് തന്നെയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ KSU പ്രതിഷേധവും മന്ത്രിക്ക് പരിക്കേറ്റതുമൊക്കെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ഭരണ പ്രതിപക്ഷം. കോൺഗ്രസിന്റെയും CPMന്റെയും ഒക്കെ പ്രതിഷേധ പ്രകടനങ്ങൾ ഇന്നും സംസ്ഥാനത്ത് പല ഭാഗങ്ങളിൽ തുടരും. എന്തായാലും കണ്ണൂരിൽ നിന്ന് ജോസഫും ചേരുന്നുണ്ട്. സംസ്ഥാനത്ത് പലയിടത്തും അക്രമം നടക്കുന്ന സാഹചര്യത്തിൽ കണ്ണൂർ കൊടിയേരിയിൽ കല്ലിൽ താഴെയിലെ പാറൽ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് തീയിട്ടു. അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. അതിനിടെ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഇന്ന് വിദഗ്ധ പരിശോധന നടത്തും. ജോസഫിലേക്ക് വരികയാണെങ്കിൽ ജോസഫ്, ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് മന്ത്രിയെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഇന്ന് MRI സ്കാൻ ഉൾപ്പെടെ എടുക്കുമെന്നാണ് അറിയുന്നത്. എങ്ങനെയാണ് മെഡിക്കൽ ബുള്ളറ്റിൻ റിപ്പോർട്ട്? അതനുസരിച്ച് ഇന്ന് ഏത് രീതിയിലായിരിക്കും മന്ത്രിക്കുള്ള ചികിത്സയൊക്കെ? ഈ പരിക്കേറ്റ മന്ത്രിയെ ആദ്യം കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്കാണ് പ്രവേശിപ്പിച്ചത്. പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം ICUവിലേക്ക് മാറ്റുകയായിരുന്നു. ആദ്യഘട്ട പരിശോധന നടത്തിയപ്പോൾ കൈകൾക്കും അതുപോലെ തന്നെ കഴുത്തിനുമാണ് പരിക്കേറ്റിട്ടുണ്ടെന്ന് മനസ്സിലായത്. പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒരു സംഘം 3 പേരടങ്ങുന്ന ഒരു സംഘം ഡോക്ടർമാരെ നിയോഗിക്കുകയായിരുന്നു. ഇവർ നടത്തിയ വിദഗ്ധമായ പരിശോധനയിൽ MRI സ്കാനിംഗ് വേണമെന്നാണ് നിർദ്ദേശിച്ചത്. അതിനെ തുടർന്ന് രാത്രി 10 മണിയോടുകൂടി ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഈ പരിക്കും എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്നതിനെക്കുറിച്ച് അത് സംബന്ധിച്ച് ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കഴുത്തിന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. വിദഗ്ധമായ ചികിത്സ, സ്കാനിംഗ് ഉൾപ്പെടെയുള്ളവ ആവശ്യമാണ് എന്നാണ് ആദ്യഘട്ട പരിശോധന പൂർത്തിയാക്കിയ ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചത്. അതിനെ തുടർന്നാണ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അത്യാധുനിക സൌകര്യങ്ങളുള്ള ആംബുലൻസിൽ മന്ത്രി വീണ ജോർജിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അമ്പിളി സൂചിപ്പിച്ച പോലെ തന്നെ കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ വ്യാപകമായ അക്രമമാണ് ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെയും പാർട്ടി ഓഫീസുകൾക്ക് നേരെയും പ്രചരണ ബോർഡുകൾക്ക് നേരെയും വലിയ രീതിയിലുള്ള അതിക്രമമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. CPM UDF പ്രവർത്തകരാണ് ഈ പരസ്പരം പോർവിളിയും വാഗ്വാദവും അതുപോലെ തന്നെ അക്രമവും നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ കോടിയേരിയിലെ ഒരു പാർട്ടി ഓഫീസിൽ കോൺഗ്രസ് പാർട്ടി ഓഫീസിന് നേരെ തീയിടുന്ന ഒരു സാഹചര്യമുണ്ടായത് CPM ആണ് എന്നാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ വിവിധയിടങ്ങളിൽ മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ പ്രതിഷേധമുണ്ടായിരുന്നവരെല്ലാം ഈ പ്രതിഷേധിച്ചവർക്കെല്ലാം വധശ്രമത്തിന് ഉൾപ്പെടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പെരിങ്ങോത്ത് 7 പേർക്കെതിരെയാണ് വധശ്രമത്തിന് ഉൾപ്പെടെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മാരകായുധങ്ങളുമായി എത്തി മന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലാണ് കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പെരിങ്ങം പോലീസ് സ്റ്റേഷനിൽ 7 യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത 5 പേരെ ഇന്നലെ സബ് ജയിലിലേക്ക് മാറ്റിയിരുന്നു. ഇവർക്കെതിരെയും വധശ്രമത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ മുതൽക്ക് തന്നെ CPM, DYFI, SFI എന്നിവരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാവുകയാണ്. അത്തരത്തിൽ ഉള്ള പ്രകോപനങ്ങളെ ചെറുക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അടിക്ക് തിരിച്ചടിയാണെങ്കിൽ അത് തിരിച്ചു നൽകുന്നതിൽ തങ്ങൾക്കൊരു മടിയും ഇല്ല എന്ന് തന്നെയാണ് ഇന്നലെ സംസാരിച്ച K. സുധാകരൻ ഉൾപ്പെടെയുള്ള MPമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇന്നലെ നടത്തിയ പ്രകടനത്തിനിടെ SFI പ്രവർത്തകർ കണ്ണൂർ DCC ഓഫീസിന് നേരെ കല്ലെറിയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കിയത്. എന്തായാലും 2 ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള കൊലവിളി പ്രസംഗങ്ങളും അതുപോലെ തന്നെ അക്രമ സംഭവങ്ങളുമാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഏകപക്ഷീയമായിട്ടാണ് പോലീസ് ഇടപെടുന്നതെന്നാണ് പ്രധാനമായും
കോൺഗ്രസിന്റെ ആരോപണം ഉയർന്നു വരുന്നത്. അതായത് ഈ പ്രതിഷേധക്കാർക്ക് മാരകായുധങ്ങളുമായി വന്ന് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള എഫ്ഐആറുകളാണ് പലയിടത്തും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിന്റെ പേരിൽ അത് വലിയ രീതിയിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് ഈ CPM പ്രവർത്തകർക്ക് അല്ലെങ്കിൽ മന്ത്രിക്ക് വേണ്ടി ഇത്തരത്തിൽ ഒരു ഉപകാര സ്മരണ പോലെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു ഗുരുതര ആരോപണങ്ങൾ കൂടി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും, കൂടുതൽ ശക്തമായ രീതിയിൽ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കണ്ണൂർ ജില്ലയിൽ ആകെ മൊത്തം ഒരു ജാഗ്രത നൽകിയിട്ടുണ്ട്. പയ്യന്നൂരിലും പെരിങ്ങോത്തും അതുപോലെ തന്നെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ കൂടുതൽ ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ജാഗ്രതയ്ക്കും സുരക്ഷയ്ക്കും പോലീസ് ഇപ്പോൾ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. എന്തായാലും കണ്ണൂർ MP ആയിട്ടുള്ള K സുധാകരൻ. ശരി, കണ്ണൂരിൽ ഇന്നലെ രാത്രി ഏറെ വൈകിയും വിവിധയിടങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. ഇന്ന് വിദഗ്ധ പരിശോധനയുണ്ട്, അതിനൊക്കെ ശേഷമായിരിക്കും തുടർ ചികിത്സകളൊക്കെ തീരുമാനിക്കുക. കണ്ണൂരിൽ നിന്ന് ജോസഫ് അഗസ്റ്റിനും തിരുവനന്തപുരത്ത് നിന്ന് ആൻഫ്ലി ഡിസൂസയുമാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ നോക്കാം. BJP ആദ്യമായി നിയമസഭയിൽ അക്കൗണ്ട് തുറന്നു എന്നതിലൂടെ ദേശീയ രാഷ്ട്രീയം പോലും ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരത്തെ നേമം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മന്ത്രി V ശിവൻകുട്ടിയും കളത്തിലിറങ്ങുമെന്ന അഭ്യൂഹം ശക്തമാകുമ്പോൾ മറുഭാഗത്ത് കോൺഗ്രസ് ആരിറക്കുമെന്നാണ് ഏവരും കാത്തിരിക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം ആകർഷകമായ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ തർക്കമില്ല, അത് നേമം നിയമസഭാ മണ്ഡലം തന്നെയാണ്. BJPക്ക് ഏറ്റവും അധികം ശക്തിയുള്ള വളക്കൂറുള്ള മണ്ഡലം. 2016 അക്കൗണ്ട് തുറന്നു, 2021 അക്കൗണ്ട് പൂട്ടിച്ചു. BJP ദേശീയ നേതൃത്വം കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്ന മണ്ഡലം. സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് കളത്തിലിറങ്ങുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്ന മണ്ഡലം. ഈ 2026 നേമത്ത് BJP താമര വിരിയിക്കുമോ? 1982 ലീഡർ K കരുണാകരൻ മാളയ്ക്കൊപ്പം നേമത്തും മത്സരിച്ച് ജയിച്ചതോടെയാണ് നേമം മണ്ഡലം രാഷ്ട്രീയ ഭൂപടത്തിൽ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. മാളയിലും നേമത്തും വിജയിച്ചതിനെ തുടർന്ന് കരുണാകരൻ നേമത്ത് നിന്ന് രാജിവെച്ചു. പിന്നീട് അങ്ങോട്ട് ഇടതു വലതു മുന്നണികൾ മാറി മാറി ജയം കണ്ടു. പക്ഷെ 2016 കഥ മാറി, ചരിത്രമായി മാറി. O രാജഗോപാലിലൂടെ താമര വിരിയിച്ച് കേരള നിയമസഭയിലെത്തിയ അട്ടിമറി വിജയം. 2006 മുതൽ പടിപടിയായുള്ള വളർച്ചയായിരുന്നു BJPക്ക് നേമത്ത്. പക്ഷേ ആ വളർച്ച സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കൃത്യമായി വിലയിരുത്താനാകും. BJP നേടിയത് മുഴുവൻ കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകളായിരുന്നു. അപ്പോഴും 8671 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ O രാജഗോപാൽ നിയമസഭയിലെത്തിയപ്പോൾ അത് BJPയുടെ വിജയമല്ല, പാർട്ടിക്കപ്പുറം ജനകീയനായ നേതാവിന്റെ വിജയമായി വിലയിരുത്തി. 2021 ശക്തമായ ത്രികോണ മത്സരത്തിൽ കുമ്മനം രാജശേഖരന് പക്ഷേ കാലിടറിയത് കോൺഗ്രസിന്റെ കരുത്തനായ K മുരളീധരന്റെ വരവിലായിരുന്നു. മുൻ വർഷങ്ങളിൽ BJP പാളയത്തിലേക്ക് ഒലിച്ചുപോയ വോട്ടുകൾ ലീഡറുടെ മകനിലൂടെ കോൺഗ്രസിന് തിരിച്ചുപിടിക്കാനായി. എന്നാൽ അത് നേട്ടമായി മാറിയത് V ശിവൻകുട്ടിയിലൂടെ CPM-നും. രാജഗോപാലിനോട് അടിയറവ് പറഞ്ഞ ശിവൻകുട്ടി തൊട്ടടുത്ത തവണ കുമ്മനത്തോട് ഏറ്റുമുട്ടി മണ്ഡലം തിരിച്ചുപിടിച്ചു. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പും വരച്ചുകാട്ടുന്ന ചിത്രം നേമത്തെ BJPയുടെ തേരോട്ടമാണ്. അത് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർക്ക് നൽകുന്ന ആത്മവിശ്വാസവും. സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് ചുമരെഴുത്തുവരെ തുടങ്ങിയ രാജീവ് ചന്ദ്രശേഖരിലൂടെ പൂട്ടിയ അക്കൗണ്ട് തുറക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് BJP. CPM ഇക്കുറിയും V ശിവൻകുട്ടിയെ തന്നെ കളത്തിലിറക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാകുമെന്നതിനെ ആശ്രയിച്ചാകും CPM-ന്റെയും BJP-യുടെയും വിജയപ്രതീക്ഷ. ദുർബലനായ സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിനെങ്കിൽ ജയം ഉറപ്പിക്കുകയാണ് BJP. കോൺഗ്രസ് കരുത്തനെ കളത്തിലിറക്കിയാൽ 2021 സമാനമായ വോട്ടിംഗ് പാറ്റേൺ സംഭവിക്കുമെന്ന
കണക്കുകൂട്ടൽ CPM-നുമുണ്ട്. അപ്പോഴും 43% ഹിന്ദു വോട്ടർമാർ കഴിഞ്ഞാൽ 35,000-ലേറെ മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലം ഇക്കുറി ഇടതിനോ വലതിനോ എൻ ബ്ലോക്കായി കുത്തുമോ എന്നതും കാത്തിരുന്നു കാണണം. 18,000-ഓളം നാടാർ വോട്ടുകൾ കഴിഞ്ഞ തവണ എൻ ബ്ലോക്കായി വി ശിവൻകുട്ടിക്ക് പോയി എന്നാണ് വിലയിരുത്തുന്നത്. പക്ഷേ 5 വർഷങ്ങൾക്കിപ്പുറം മാറിമറിഞ്ഞ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സാമുദായിക വോട്ടുകളിലുണ്ടാകുന്ന അടിയൊഴുക്കുകൾ 3 മുന്നണികൾക്കും നിർണായകമാണ്. അൻഫ്ലി ഡിസൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. നേമത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസിനുള്ളിൽ ചർച്ചകൾ സജീവമാണ്. MM ഹസനിലേക്ക് ചർച്ച നീളുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഹസൻ സ്ഥാനാർത്ഥിയായാൽ മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കപ്പെടുമെന്ന വിലയിരുത്തലുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ JS അഖിലും നേമം ഷജീറുമൊക്കെ സാധ്യതാ പട്ടികയിലുണ്ട്. വിവരങ്ങളുമായി അൻഫ്ലി ഡിസൂസ ചേരുന്നുണ്ട്. അൻഫ്ലിറ്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ്. BJP-യുടെയും ഒപ്പം തന്നെ CPM-ന്റെയും സ്ഥാനാർത്ഥികൾ ഏറെക്കുറെ ഉറപ്പായി. ഇനി കോൺഗ്രസിൽ നിന്ന് ആര് വരും എന്നുള്ളതാണ് ആകാംക്ഷ. ഏറ്റവും വലിയ പ്രത്യേകത ജാതി സമവാക്യങ്ങൾ വിധി നിർണ്ണയിക്കുന്ന മണ്ഡലം എന്നുള്ളതാണ്. അത് തന്നെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാകുമെന്നതിനെ ആശ്രയിച്ച് തന്നെയാണ് ഇവിടെ മറുഭാഗത്ത് BJP ആയാലും കോൺഗ്രസ് ആയാലും തങ്ങളുടെ വിജയം 100% ഉറപ്പിക്കുന്നത്. അതായത് ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് വരുന്നതെങ്കിൽ ആ വിജയം ഒരു ഇടതുമുന്നണിക്കായിരിക്കും അനുകൂലമാകുന്നത് പ്രതീക്ഷിക്കുകയാണ്. കാരണം കഴിഞ്ഞ തവണ 2021 സംഭവിച്ച ഒരു രീതി അതാണ്. K മുരളീധരൻ വന്നതോടുകൂടിയാണ് 3 മുന്നണികൾക്കും അല്ലെങ്കിൽ 3 പാർട്ടികൾക്കും അവിടെ ലഭിക്കുന്ന പരമ്പരാഗത വോട്ടുകൾ 3 പാർട്ടികളിലേക്ക് പോവുകയും അങ്ങനെ അത് വി ശിവൻകുട്ടിയുടെ വിജയത്തിലേക്ക് മാറുകയും ചെയ്തു എന്നാണ് കണക്ക്. ഇപ്പോഴും ആ കണക്കിൽ മാറ്റമില്ല. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെയും തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഒക്കെ തന്നെയും വലിയ രീതിയിലൊരു നേട്ടം BJP-ക്ക് നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അതായിരിക്കില്ല പാറ്റേൺ എന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയാണ്. ആ കണക്കുകൾ വർഷങ്ങളായുള്ള ഒരു കണക്കുകൾ നിരത്തിയാണ് 3 പാർട്ടികളും പ്രത്യേകിച്ച് CPM ആയാലും കോൺഗ്രസ് ആയാലും വാദിക്കുന്നത്. അതേസമയം കോൺഗ്രസ് ആകട്ടെ കഴിഞ്ഞ ഓരോ തവണ ഇപ്പോൾ രാജഗോപാൽ മത്സരിച്ചപ്പോഴും അവിടെ നിർത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ദുർബലമാകുമ്പോഴാണ് ആ വിജയം BJP-യിലേക്കും CPM-ലേക്കും ഒക്കെ മാറുന്നത് എന്നൊരു വാദമാണ്. അത് 3 മുന്നണികളും അംഗീകരിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇത്തവണ ഏറ്റവും ശക്തനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തി അവിടെ ഒരു ത്രികോണ മത്സരം ഉറപ്പിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ഒരു വാദവും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകളൊക്കെ തന്നെ. ഇത് തിരുവനന്തപുരം ജില്ലാ കേന്ദ്രം തിരുവനന്തപുരം DCC ഉൾപ്പെടെ അതിന് വളരെ ശക്തമായ വാദമാണ് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് നേമത്തത് സംസ്ഥാന നേതൃത്വത്തിന് ഏറെ താല്പര്യമുള്ള സംസ്ഥാന നേതൃത്വം വളരെ ശക്തമായി തന്നെ മുന്നിൽ വെക്കുന്ന ഒരു മണ്ഡലമാണ് നേമം. അതുകൊണ്ട് 2 ഓപ്ഷനുകളാണ്. ഒന്നുകിൽ അതിനൊരു പ്രാദേശിക നേതാവിനെ ഏൽപ്പിക്കുക, അതല്ല എങ്കിൽ കോൺഗ്രസ് സംസ്ഥാന തലത്തിൽ ഏറ്റവും കരുത്തരായ നേതാവിൽ ഒരാളെ അവിടെ നിയോഗിക്കുക. ഈ രീതിയിൽ ഏതെങ്കിലും. അപ്പോൾ ഈ ആദ്യമൊക്കെ തന്നെ പ്രാദേശിക തലത്തിലുള്ള ഒരു നേതാവിന് ഒരു പ്രാദേശിക ഘടകത്തെ അവിടെ നിർത്താം. മറ്റ് മണ്ഡലങ്ങൾ പ്രത്യേകിച്ച് ഈ വട്ടിയൂർക്കാവ് കഴക്കൂട്ടമൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്നതായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു കണക്കുകൂട്ടലെങ്കിൽ ഇപ്പോൾ ചർച്ചകളൊക്കെ മാറി അത് ഒരു ശക്തനായ നേതാവ് തന്നെ സംസ്ഥാന തലത്തിലുള്ള ഒരു നേതാവ് തന്നെ നേമത്ത് മത്സരിക്കണമെന്ന ചർച്ചകളിലേക്കൊക്കെ ഇപ്പോൾ വളരെ സജീവമായി ആ ചർച്ചകൾ. നേമത്തെ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ പല പ്രമുഖരും പല ഇടങ്ങളിലും മത്സരിക്കുന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ നടക്കുമ്പോഴും നേമത്തെ ചർച്ചകൾ തിരക്കിട്ട ചർച്ചകൾ തന്നെ നേമത്തെ ചുറ്റിപ്പറ്റി ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നടക്കുകയാണ്. ആ ചർച്ചകളാണ് MM ഹസനിലേക്ക് എത്തി നിൽക്കുന്നത്. നേരത്തെ തന്നെ ചില കോണുകളിൽ നിന്നൊക്കെ ഹസനെ മുതിർന്ന നേതാക്കളെ മത്സരിപ്പിക്കണമെന്നൊരു ആവശ്യം വന്നു. VM സുധീരൻ അടക്കമുള്ളവരുടെ പേരുകളൊക്കെ വന്നു. പക്ഷേ സുധീരൻ താൻ മത്സരരംഗത്തില്ല എന്ന് നേതൃത്വത്തെ അറിയിച്ചു. മുല്ലപ്പള്ളിയുടെ പേരുകളൊക്കെ ഉയർന്നു വന്നു. അപ്പോൾ ഈ 3 ഏറ്റവും മുതിർന്ന നേതാക്കളെ ചുറ്റിപ്പറ്റിയുള്ള അത് 3 പേരും പല മണ്ഡലങ്ങളിൽ നിൽക്കട്ടെ എന്നാണ്. പക്ഷേ അതിൽ MM ഹസന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടുള്ള നേതൃത്വം ആവശ്യപ്പെടുകയാണെങ്കിൽ താൻ മത്സരിക്കാമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഇന്ന് ആലപ്പുഴ ജില്ലയിൽ പര്യടനം നടത്തും. ഇന്നലെയാണ് ജാഥ ജില്ലയിൽ പ്രവേശിച്ചത്. 9 മണ്ഡലങ്ങളിലും വലിയ സ്വീകരണം ഒരുക്കാനാണ് ജില്ലയിലെ UDF നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 8:30 ജില്ലയിലെ പ്രമുഖരുമായി പ്രതിപക്ഷ നേതാവ് സംവദിക്കും. വിവരങ്ങളുമായി അജയ്നാഥ് ചേരുന്നുണ്ട്. അജയ്, ഇന്നലെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന ജാഥ ജില്ലയിലേക്ക് എത്തുന്നത്. ഇന്ന് രാവിലെ പ്രമുഖരുമായി ജില്ലയിലെ പ്രമുഖരുമായി ഒക്കെ പ്രതിപക്ഷ നേതാവ് സംവദിക്കും. എന്താണ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ള പ്രത്യേകിച്ച് 9 മണ്ഡലങ്ങളിലെയും പ്രധാന പരിപാടികൾ സംബന്ധിച്ചൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് പുതുയുഗ യാത്ര ജില്ലയിൽ പ്രവേശിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു യാത്ര എത്തിയപ്പോൾ സ്വാഭാവികമായും വീണ ജോർജിന് അക്രമമേറ്റ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം ജില്ലയിൽ ഉണ്ടാകുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു.
SFI പ്രവർത്തകർ നേതൃത്വത്തിലെല്ലാം തന്നെ VD സതീശൻ സംസാരിക്കുന്ന വേദിക്ക് സമീപമെല്ലാം പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ടായി. എന്തായാലും ഇന്ന് രാവിലെ 8:30 അദ്ദേഹം ജില്ലയിലെ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം അമ്പലപ്പുഴയിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. അമ്പലപ്പുഴ, കുട്ടനാട്, ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര മണ്ഡലങ്ങൾ പര്യടനം പൂർത്തിയാക്കി ചെങ്ങന്നൂരിലാണ് ഇന്ന് യാത്ര അവസാനിക്കുന്നതെന്ന് ജില്ലയിൽ പര്യടനം പൂർത്തിയാകും എന്നാണ് മനസ്സിലാക്കുന്നത്. രാവിലെ 8:30 ഈ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടന്ന ശേഷം മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നും സമാനമായ രീതിയിൽ ഇടതുപക്ഷം, പ്രത്യേകിച്ച് LDF-ന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെയും സുരക്ഷാ ക്രമീകരണങ്ങൾ അതിനെ ഒരുക്കിയിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ പ്രതിഷേധം യുവജന സംഘടനകളുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ അതിന് ഒരുക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൂടെയാണ് ഇന്ന് യാത്ര പോകുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അമ്പലപ്പുഴയിൽ തുടങ്ങി ചെങ്ങന്നൂരിലാണ് ഇന്ന് യാത്ര അവസാനിക്കുന്നത്. എന്തായാലും 10 മണിയോടെ തന്നെ മാധ്യമങ്ങളെ കാണും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇന്നലെ വീണ ജോർജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണം പ്രതിപക്ഷം നടത്തിയിരുന്നു. KH നടത്തിയ പ്രതിഷേധം അത്തരത്തിലേക്ക് നീളുന്നൊന്നല്ല എന്നാണ് സതീശൻ പറഞ്ഞത്. അല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്നും പ്രതിപക്ഷ സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ പ്രതിഷേധങ്ങളെല്ലാം നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് എന്താണ് പ്രതിപക്ഷ നേതാവ് സംബന്ധിച്ച് പറയാനുള്ളത് എന്നുള്ളതും ശ്രദ്ധയോടുകൂടി തന്നെ നോക്കിക്കാണുന്ന കാര്യം തന്നെയാണ്. എന്തായാലും 10 മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഇന്ന് ആലപ്പുഴ ജില്ലയിലാണ് പര്യടനം നടത്തുന്നത്. ഇന്നലെയാണ് ജാഥ ജില്ലയിൽ പ്രവേശിച്ചത്. അല്പസമയം, അതായത് 8:30 തന്നെ ജില്ലയിലെ പ്രമുഖരുമായി പ്രതിപക്ഷ നേതാവ് സംവദിക്കും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അജയ്നാഥ്. ഇനി മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ, ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ തറക്കല്ലിടൽ കർമ്മം ഇന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി MP നിർവഹിക്കും. ചടങ്ങിൽ പ്രിയങ്ക ഗാന്ധി MP, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. 1041 ചതുരശ്ര അടിയുള്ള വീടും 8 സെന്റ് ഭൂമിയുമാണ് കോൺഗ്രസ് ദുരന്തബാധിതർക്ക് നിർമ്മിച്ചു നൽകുന്നത്. 50 വീടുകളാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുക. രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധി കണ്ണൂർ പേരാവൂരിൽ നടക്കുന്ന കർഷക സംഗമത്തിന് ശേഷമാകും കൽപ്പറ്റയിലേക്ക് എത്തുക. ഉച്ചയ്ക്ക് 2:30-ക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ത്യ ഇസ്രയേൽ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രയേൽ സന്ദർശനം തുടരുകയാണ്. ഇന്ത്യ ഇസ്രയേൽ ഉഭയകക്ഷി ചർച്ച ഇന്ന് നടക്കും. ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ തദ്ദേശീയ വ്യോമ പ്രതിരോധ കവചം സുദർശൻ ചക്ര, ഇസ്രായേലിന്റെ അയൺ ഡോം സാങ്കേതിക വിദ്യ എന്നിവയിലെ സഹകരണം ഉൾപ്പെടെയുള്ള പ്രതിരോധ സുരക്ഷാ സഹകരണം, വ്യാപാരം എന്നിവയിൽ കരാറുകൾ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചേക്കും. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യും. ഇന്ത്യ, അറബ് രാഷ്ട്രങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, മെഡിറ്ററേനിയൻ രാഷ്ട്രങ്ങൾ എന്നിവരുടെ കൂട്ടായ്മ സംബന്ധിച്ചും ചർച്ചയുണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്ന ദിവസം കൂടിയാണെന്ന്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള 3ാം ഘട്ട ആണവ ചർച്ച ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടക്കും. ആണവ കരാർ കയ്യെത്തും ദൂരത്താണെന്നും നീതിയുക്തമായ കരാറിനായി ശ്രമിക്കുമെന്നും യുദ്ധത്തിനും സമാധാനത്തിനും ഇറാൻ തയ്യാറാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അരാഗ്ചിയും തമ്മിൽ ചർച്ച. അതേസമയം ചർച്ച പരാജയപ്പെടുന്ന പക്ഷം ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ആക്രമണം നടത്തിയാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗലീബാഫ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ നടന്ന 2 ഘട്ട ചർച്ചകളിലും ആണവ കരാറിനെ പറ്റി ധാരണയായിരുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ സ്വാഭാവിക ജാമ്യ ഹർജി വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ദ്വാരപാലക ശില്പക്കേസിലാണ് റിമാൻഡ്. 90 ദിവസം പൂർത്തിയായത് കാട്ടി ജാമ്യ ഹർജി സമർപ്പിച്ചത്. കട്ടിളപ്പാളി കേസിൽ ജാമ്യം ലഭിച്ച KS ബൈജുവിന് ഈ കേസിലും ജാമ്യം ലഭിച്ചാൽ ജയിൽ മോചിതനാകും. വിവരങ്ങളുമായി സുധീഷ് കുമാർ ചേരുന്നുണ്ട്. സുധീഷ്, സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേസിൽ ജാമ്യം ലഭിച്ചാൽ സ്വാഭാവികമായി ജയിൽ മോചിതനാകാൻ സാധിക്കുമല്ലോ.
തീർച്ചയായും അങ്ങനെ തന്നെയാണ്. KS ബൈജു തിരുവാഭരണം മുൻ കമ്മീഷണർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റ് നടക്കുന്ന സമയത്ത് തന്നെ ഈ കേസിൽ അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കേസിൽ കൃത്യമായ ഇടപെടൽ KS ബൈജുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം KS ബൈജുവിനെ കഴിഞ്ഞ നവംബറിൽ അറസ്റ്റ് ചെയ്യുന്നത്. ആദ്യം കട്ടിളപ്പാളി കേസിലാണ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് ജയിലിൽ തുടരവേ ദ്വാരപാല കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. കട്ടിളപ്പാളി കേസിൽ 90 ദിവസം കഴിഞ്ഞിട്ടും പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ഫെബ്രുവരി 12-ന് KS ബൈജുവിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. അതിനുശേഷമാണ് ദ്വാരപാലക ശില്പക്കേസിൽ 90 ദിവസം പൂർത്തിയാക്കിക്കൊണ്ട് KS ബൈജു വിജിലൻസ് കോടതിയിൽ സ്വാഭാവിക ജാമ്യത്തിനായി ഹർജി സമർപ്പിച്ചത്. ആ ഹർജി പരിഗണിക്കുന്ന ഒരു വാദങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഹർജിയിൽ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. ഈ ദ്വാരപാലക ശില്പക്കേസിൽ കൂടി സ്വാഭാവിക ജാമ്യം ലഭിക്കുകയാണെങ്കിൽ KS ബൈജുവും ജയിലിന് പുറത്തേക്ക് എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും കേസുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതി, മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള 6ഓളം പേർ ഇത്തരത്തിൽ ജാമ്യം ലഭിച്ച കോടതി ജയിലിന് പുറത്തേക്ക് എത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് KS ബൈജുവിന്റെ സ്വാഭാവിക ജാമ്യ ഹർജി, അത് ദ്വാരപാലക ശില്പക്കേസിൽ സ്വാഭാവിക ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുക. ഏതായാലും ഇന്ന് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ KS ബൈജുവും ഇതേ മറ്റു പ്രതികളെ പോലെ തന്നെ ജയിലിന് പുറത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആക്കില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ സ്വാഭാവിക ജാമ്യ ഹർജി വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ഈ കേസിൽ ദ്വാരപാലക കേസിലാണ്. ഈ കേസിൽ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായി ജയിൽ മോചിതനാകാൻ സാധിക്കും. ദ്വാരപാലക കേസിൽ നേരത്തെ തന്നെ ജാമ്യം ലഭിച്ചിരുന്നു. കട്ടിളപ്പാളി കേസിൽ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ജയിൽ മോചിതനാകാൻ സാധിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് കുമാർ. ബീമുകളുടെ കോൺക്രീറ്റ് ഏത് നിമിഷവും തലയിൽ പതിക്കാവുന്ന അവസ്ഥയിലായതോടെ ജീവൻ പണയം വെച്ച് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യേണ്ട സ്ഥിതിയിലാണ് ജവഹർ ബിൽഡിംഗിലെ ജീവനക്കാർ. കോഴിക്കോട് കോർപ്പറേഷന്റെ കെട്ടിടങ്ങളിൽ ഒന്നായ ജവഹർ ബിൽഡിംഗിൽ ജീവനക്കാർ ആവശ്യപ്പെട്ടിട്ടും നവീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതാണ് പ്രതിസന്ധിയാകുന്നത്. 3 നിലകളിലും സീലിംഗ് അടർന്നു വീഴാത്ത ഭാഗങ്ങളില്ല എന്നതാണ് വസ്തുത. 50 വർഷത്തിലേറെ പഴക്കമുള്ള കോഴിക്കോട് കോർപ്പറേഷന്റെ കെട്ടിടമായ ജവഹർ ബിൽഡിംഗിന്റെ നിലവിലെ അവസ്ഥയാണിത്. ബീമുകളുടെ കോൺക്രീറ്റ് ഏത് നിമിഷവും തലയിൽ പതിക്കാവുന്ന അവസ്ഥയാണ്. തൊട്ടാൽ വീഴുമെന്ന് തോന്നിക്കുന്ന കൈവരികൾ ഭയം കൂട്ടുന്നു. ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ഗോഡൌൺ, ബാങ്ക് എന്നിങ്ങനെ 20ഓളം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് വർഷങ്ങളേറെയായി അപകട ഭീഷണി നേരിടുന്നത്. ഇതിനിടെ പലതവണ കോർപ്പറേഷനെ ബന്ധപ്പെട്ടെങ്കിലും അവഗണന മാത്രമായിരുന്നു ഫലം. മഴക്കാലത്ത് വെള്ളം ചോർന്നൊലിച്ചും കോൺക്രീറ്റ് അടർന്നു വീണതുമായ 2 മുറികൾ ഇതിനോടകം തന്നെ പൂട്ടി സീൽ ചെയ്തിട്ടുണ്ട്. മഴക്കാലത്ത് കടമുറി ചോർന്നൊലിച്ചതോടെ വലിയ നഷ്ടമാണ് സംഭവിച്ചതെന്നും ആളുകളുടെ ജീവന് കോർപ്പറേഷൻ സുരക്ഷ ഉറപ്പാക്കുന്നില്ലെന്നും കച്ചവടക്കാർ പറയുന്നു. 2017 ഇത് ലീക്ക് വന്നു. അതെല്ലാം വെള്ളം കയറിയപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വെള്ളം കയറിക്കുന്നത് അവിടെ ഒരു പണി നടക്കുന്നില്ല എന്ന് പറഞ്ഞ്. പിന്നെ 21 ആയപ്പോൾ ഇത് പൊട്ടി വീണപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ലൈസൻസ് പുതുക്കാൻ കഴിയില്ല, അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്തു തരണം, പിന്നെ വാടക അടയ്ക്കാൻ കഴിയില്ല, ഫുള്ള് വെള്ളമാണ്, എൻ്റെ സാധനങ്ങൾ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതിന് നിങ്ങൾ ഉത്തരവാദിത്വം പറയണമെന്ന് പറഞ്ഞ് അന്നത്തെ സെക്രട്ടറിനോടും പറഞ്ഞ് അന്ന് ROനോട് പറഞ്ഞ് അങ്ങനെ RI ഇവിടെ വന്ന് സ്ഥലം സന്ദർശിച്ച് നോക്കിയപ്പോൾ റിപ്പോർട്ട് എഴുതിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ പിന്നെ 3 മാസം കഴിഞ്ഞ് പിന്നെ ഞാൻ പോയി അന്വേഷിച്ചപ്പം പറഞ്ഞ് നിങ്ങൾ ഫയൽ ഇവിടെ കാണുന്നില്ലല്ലോ, അങ്ങനത്തെ ഒരു ഫയലില്ല നിങ്ങൾ കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കോപ്പികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം കൂടിയാണിത്. ഹെൽത്ത് ഓഫീസിലെ ജീവനക്കാർ ഉൾപ്പെടെ ഭയന്ന് ജോലി ചെയ്യേണ്ട അവസ്ഥയിലാണ്. ആളുകളുടെ ജീവന് ഭീഷണിയാകുന്ന രീതിയിലാണ് കെട്ടിടമുള്ളതെങ്കിലും വാടക കൃത്യം അടയ്ക്കണമെന്നതാണ് കോർപ്പറേഷന്റെ നിലപാട്. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ 16 കെട്ടിടങ്ങൾ അൺഫിറ്റ് ആണെന്ന് മേയർ പറയുമ്പോഴും ഈ കണക്കിലും അവ്യക്തത തുടരുകയാണ്. കോഴിക്കോട് തിരുവണ്ണൂരിലെ കോർപ്പറേഷന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള 100 വർഷത്തോളം പഴക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ അവസ്ഥ കാണാമിനി. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ 16 കെട്ടിടങ്ങൾ അൺഫിറ്റാണെന്നാണ് കോഴിക്കോട് വലിയങ്ങാടിയിലെ അപകടത്തിന് ശേഷം മേയർ ഒ സദാശിവൻ പറഞ്ഞത്. അതേസമയം 16 കെട്ടിടങ്ങൾ മാത്രമല്ല കാലപ്പഴക്കം ചെന്ന് ജീർണാവസ്ഥയിലുള്ളത് എന്നതിന്റെ ഉദാഹരണമാണ് കോഴിക്കോട് തിരുവണ്ണൂരിലെ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിൽ തന്നെയുള്ള ഈ കെട്ടിടം. ചെറിയ വാടക നൽകിയാൽ മതിയെന്ന കാരണത്താൽ ജീർണിച്ച് തകരാതിരിക്കാനായി ഇപ്പോൾ കടകളായി നിലനിർത്തുന്ന ആളുകളാണ് ഇതിന്റെ അറ്റകുറ്റപ്രവൃത്തികൾ ഉൾപ്പെടെ നടത്തുന്നത്. കോർപ്പറേഷന്റെ കണക്കിൽ പോലും ഈ കെട്ടിടമുണ്ടോ എന്നുള്ളത് സംശയമാണ്. 2 പാർട്ടി ഓഫീസുകളും ഇതേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ശൂരമഹോത്സവം ഉൾപ്പെടെ നടക്കുന്ന തിരുവണ്ണൂർ പൈതൃക പദ്ധതിയുടെ ആലോചനകളും മറ്റും നടക്കുന്നുണ്ട്. ഈ പദ്ധതിയുടെ ഘട്ടത്തിലെങ്കിലും ഇത്തരം കെട്ടിടങ്ങളുടെ ജീർണാവസ്ഥ പരിഗണിക്കണമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. വലിയങ്ങാടിയിലെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ
ഇത്തരം കെട്ടിടങ്ങളെ സംബന്ധിച്ച പരിശോധനയും തുടർ നടപടികളും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിപ്പോൾ ഏകദേശം 100 വർഷത്തിൻ്റെയൊക്കെ പഴക്കം കാണും. ഇന്ന് കോർപ്പറേഷനാണ് ഇത് വാടക വാങ്ങി കൊണ്ടു നടക്കുന്നത്. വാടക വാങ്ങൽ മാത്രമേ ഉള്ളൂ, യാതൊരുവിധ സംരക്ഷണവും ഇല്ല. റേഷൻ ഷാപ്പ് അടക്കമുള്ള ഒരുപാട് സംവിധാനം നിലനിൽക്കുന്ന ഒരു കെട്ടിടം കൂടിയാണ്. ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഒരുപാട് ആൾക്കാരുടെ ജീവിതോപാധി കൂടിയായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്. പിന്നെ നേരെ പിന്നിൽ മനോഹരമായൊരു കുളവും ഇങ്ങനെയൊക്കെയുള്ള നല്ല പശ്ചാത്തലമൊക്കെ തന്നെയാണ് ഉള്ളത്. പക്ഷേ അതിൻ്റെ പിന്നിലൊന്നും ഒരു ശ്രദ്ധയില്ല. ഇവിടെ ഒരു കൗൺസിലറുണ്ട്, ആ കൗൺസിലർക്കൊന്നും ഇതിനെക്കുറിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള ബോധവും ഇല്ല എന്നുള്ളത്. കാരണം അവർ 16 കൊല്ലമായിട്ട് ഇവിടുത്തെ കൗൺസിലറാണ്. 16 കൊല്ലമായിട്ട് ഈ ബിൽഡിങ്ങിന് ഒരു മാറ്റമില്ല. വലിയങ്ങാടി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോർപ്പറേഷന് കീഴിലെ മുഴുവൻ കെട്ടിടങ്ങളും പരിശോധിച്ച് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാൻ അവകാശമുണ്ടെന്നും എന്നാൽ അതിരുവിട്ട പ്രതിഷേധമാണ് കണ്ണൂരിൽ ആരോഗ്യമന്ത്രിക്ക് നേരെ ഉണ്ടായതെന്നും സ്പീക്കർ എൻ ഷംസീർ. ഇതാദ്യമായാണ് ഒരു വനിതാ മന്ത്രിയെ ഇങ്ങനെ കയ്യേറ്റം ചെയ്യുന്നത്. സഭാ അംഗത്തിന് ഒരു അത്യാഹിതം വന്നാൽ ഇടപെടേണ്ട ബാധ്യത സഭാനാഥനായ തനിക്കുണ്ട്. ഉമാ തോമസിനെതിരെ പ്രതിഷേധമുണ്ടായാലും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കി. ട്രെയിനിൽ കയറാൻ വേണ്ടി വന്നതാണ്. തേർഡ് പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോഴാണ് ആകെ അസ്വസ്ഥരാകുകയും അവർക്ക് മൂവ് ചെയ്യാൻ പറ്റിയ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ആ ഘട്ടത്തിലാണ് ഞാനിതൊന്നും അറിയുന്നില്ല. അപ്പോഴാണ് അവർക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. അവർ കഴുത്തിങ്ങനെ വേദന കൊണ്ട് കഴുത്തിങ്ങനെ ഇളക്കി കളിക്കുന്നു, കൈ കൊണ്ടിതാകുന്നു. അപ്പോൾ ആ ഘട്ടത്തിലാണ് തീർച്ചയായും ഞാൻ സഭാനാഥനാണ്. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ കിഫ്ബിയിലൂടെ നടപ്പാക്കിയ വികസന പദ്ധതികൾ നിരവധിയാണ്. കാർഷിക മേഖലയായ ഇവിടെ ആരോഗ്യം, വിദ്യാഭ്യാസം, സാംസ്കാരികം, റോഡ്, കുടിവെള്ള വിതരണം തുടങ്ങിയ മേഖലകൾക്കായാണ് പ്രധാനമായും കിഫ്ബി ഫണ്ട് പ്രയോജനകരമായത്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മുന്നേറ്റം കൈവരിക്കാൻ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിനും സാധിച്ചത് കിഫ്ബിയിലൂടെയാണ്. പത്തനംതിട്ട ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലം പ്രധാനമായും റബ്ബർ കർഷകരുടെ നാടാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സർക്കാർ സംവിധാനങ്ങളാണ് ഇവിടുത്തെ ജനങ്ങളുടെയും പ്രധാന ആശ്രയം. ഇവിടെയും മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളും വിദ്യാലയ സമുച്ചയങ്ങളും റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ള പദ്ധതി തുടങ്ങിയവയും ഒരുക്കുന്നതിന് കിഫ്ബി വലിയ പങ്ക് വഹിച്ചു. കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ പ്രയോജനം കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിന് ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്നത്. കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനങ്ങൾ, അടിസ്ഥാന മേഖലയിലെ വികസനങ്ങൾ, കായിക മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, അങ്ങനെ സർവാശ്ലേഷിയായ വികസന പരിപ്രേക്ഷ്യത്തിന് കാഞ്ഞിരപ്പള്ളിയിൽ തുടക്കം കുറിക്കാനും പൂർത്തീകരിക്കാനും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് എനിക്ക് പങ്കുവെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷം. ആരോഗ്യ സംരക്ഷണ മേഖലയിൽ കാഞ്ഞിരപ്പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയാണ്. മുണ്ടക്കയം, എരുമേലി തുടങ്ങിയ മലയോര മേഖലകളിൽ നിന്നടക്കം ദിവസേന ആയിരക്കണക്കിന് ആളുകളെത്തുന്ന ഈ ആതുരാലയത്തിൽ അത്യാധുനിക സംവിധാനങ്ങളുടെ ഒരു കാത്തലാബ് യാഥാർത്ഥ്യമായത് കിഫ്ബി ധനസഹായത്തോടെയാണ്. ഇതോടെ കാഞ്ഞിരപ്പള്ളിയിലെയും സമീപ പഞ്ചായത്തുകളിലെയും ആളുകൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലെത്താതെ തന്നെ ഹൃദയ സംബന്ധമായ വിദഗ്ധ ചികിത്സ ലഭ്യമാകുന്ന സാഹചര്യമാണ് ഒരുങ്ങിയത്. 10.36 കോടി രൂപ ചെലവിലാണ് കാത്തലാബ് സജ്ജീകരിച്ചത്. ശബരിമല തീർത്ഥാടകർക്കും കാത്തലാബിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിൽ കാത്തലാബുകൾ ആരംഭിക്കാൻ, കിഫ്ബി മുഖേന ആരംഭിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ 13 ജില്ലകളുടെ ആസ്ഥാനത്താണ്, ജില്ലാ ആസ്ഥാനത്ത് നിർമ്മിച്ചപ്പോൾ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന ഈ മലയോര ഗ്രാമത്തിലാണ് സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി പണം അനുവദിച്ചത്. അങ്ങനെ ഇന്ന് കാഞ്ഞിരപ്പള്ളി ആശുപത്രി ഹൃദയ സംബന്ധമായ ചികിത്സയ്ക്ക് 3000-ഓളം ആളുകൾ ഇന്ന് അവിടെ ചികിത്സ നേടി ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ നിന്ന് അവർക്ക് മടങ്ങി വരാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ഒരു സന്തോഷത്തോടെ ഞാൻ പങ്കുവെക്കുകയാണ്.
വിദ്യാഭ്യാസ മേഖലയിൽ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൽ പ്രധാനമായും 3 സ്കൂളുകൾക്കാണ് കെട്ടിട നിർമ്മാണത്തിനായി കിഫ്ബി വഴി ഫണ്ട് അനുവദിച്ചത്. ചിറക്കടവ് പഞ്ചായത്തിലെ പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് 6.8 കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായത്. അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയതോടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സാഹചര്യമാണ് വിദ്യാർത്ഥികൾക്ക് ലഭ്യമായത്. 100-ൽ പരം വർഷങ്ങളുടെ ചരിത്രമുള്ള നെടുങ്കുന്നം ഗവൺമെന്റ് ഹൈസ്കൂളിൽ 1.10 കോടി രൂപ ചെലവിലും താഴ്ത്തുവടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 കോടി രൂപ ചെലവിലും പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സാധിച്ചതും കിഫ്ബിയിലൂടെ സാധ്യമായ വികസന നേട്ടമാണ്. 2-3 സ്കൂളുകൾ എടുത്തു പറയേണ്ടത് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ്. അതിലൊന്ന് പൊൻകുന്നം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതിന് 6,80,00,000 രൂപ ചെലവഴിച്ചാണ് പുതിയ മന്ദിരം, വർഷങ്ങൾ പഴക്കമുള്ള ഈ വിദ്യാലയത്തിന് സ്വന്തമായ പുതിയ കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് കിഫ്ബിയുടെ സഹായത്തോടുകൂടി പൂർത്തീകരിച്ചിരുന്നത് വളരെ അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കുകയാണ്. ഗവൺമെൻറ് ഹൈസ്കൂൾ നെടുങ്കുന്നം ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ ഭാഗത്ത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള 100-ൽ പരം വർഷങ്ങളുടെ പഴക്കമുള്ള ഈ വിദ്യാലയത്തിന് ഹയർ സെക്കൻഡറി ബ്ലോക്കിന് വേണ്ടി 1,10,00,000 രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പുതിയ ബ്ലോക്ക് നമ്മൾ പൂർത്തീകരിച്ചു. അത് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ്. താഴത്തുവടകര മണിമലയാറിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തുള്ള സ്കൂളാണ്. ഈ സ്കൂളിന് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 1 കോടി രൂപയുടെ മറ്റൊരു കെട്ടിടം കൂടി നമ്മൾ പൂർത്തീകരിച്ചു. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ ആവശ്യമായിട്ടുള്ള ഫണ്ട് ലഭ്യമാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഊർജ്ജം നൽകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സന്തോഷത്തെ ഓർക്കുകയാണ്. കായിക രംഗത്ത് കുതിപ്പേകാനായി ചിറക്കടവ് പഞ്ചായത്തിലെ കുന്നംഭാഗം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 5 ഏക്കർ സ്ഥലത്ത് അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള സ്റ്റേഡിയവും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഒരുങ്ങുകയാണ്. ഇതിനായി കിഫ്ബിയിൽ നിന്നും 30 കോടിയോളം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ 5ാമത്തെ സ്പോർട്സ് സ്കൂളായി മാറുന്നതിനോട് അനുബന്ധമായാണ് ഈ സ്കൂളിൽ കായിക രംഗത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് അനുവാദത്തോടെ കിഫ്ബി മുഖേന അടിസ്ഥാന സൗകര്യ മേഖല, കായിക മേഖല വികസിപ്പിച്ചുകൊണ്ട് ചിറക്കടവ് പഞ്ചായത്തിൽപ്പെട്ട കുന്നുംഭാഗം ഗവൺമെൻറ് ഹൈസ്കൂളിലെ 5 ഏക്കർ വരുന്ന സ്ഥലത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഏകദേശം 30 കോടി രൂപയോളം ചിലവഴിച്ച് പൂർത്തീകരിക്കുമ്പോൾ കേരളത്തിലെ കായിക മേഖലയ്ക്ക് ഉണർവ് ഊർജ്ജവും പകരാൻ ഈ പദ്ധതിക്ക് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാഞ്ഞിരപ്പള്ളിയുടെ വികസനത്തിൽ ഒരു പ്രധാന നാഴികക്കല്ലായി മാറാൻ പോകുന്ന പദ്ധതിയാണ് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ്. ഇടുക്കി ജില്ലയിലെ കട്ടപ്പന, കുട്ടിക്കാനം, തേക്കടി, കുമളി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും കോട്ടയത്തേക്ക് എത്തുന്നവർക്ക് വലിയ വെല്ലുവിളിയായി മാറിയിരുന്ന കാഞ്ഞിരപ്പള്ളി ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് കിഫ്ബിയുടെ ധനസഹായത്തോടെയാണ്. പലപ്പോഴും പല കാരണങ്ങളാൽ പദ്ധതിക്ക് തടസ്സം നേരിട്ടെങ്കിലും വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചതോടെ അടുത്ത 7 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 79.86 കോടി രൂപയാണ് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിനായി കിഫ്ബി വകയിരുത്തിയിട്ടുള്ളത്. കിഫ്ബിയുമായി നടപ്പാക്കിയ വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ്. 78 കോടി രൂപ ചെലവഴിച്ചാണ് കാഞ്ഞിരപ്പള്ളിയുടെ ഗതാഗതക്കുരുക്കിന് വേണ്ടിയുള്ള പരിഹാരത്തിലുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. പക്ഷേ ചില സാങ്കേതികമായ തടസ്സങ്ങൾ കൊണ്ട് കരാറുകാരൻ ആ പ്രവൃത്തി കൃത്യമായി പൂർത്തീകരിക്കാത്തത് കൊണ്ട് അയാളെ ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും ടെൻഡർ നടപടികൾ സ്വീകരിച്ച് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് 6-7 മാസത്തിനുള്ളിൽ അതും പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 79.86 കോടി രൂപയാണ് അതിനാകെയുള്ള നിർമ്മാണ ചെലവിന് വേണ്ടി കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചത്. കിഫ്ബി ഫണ്ടായ 36 കോടി രൂപ ചെലവഴിച്ച് നടപ്പാക്കുന്ന പത്തനാട് ഇടേരിക്കപ്പുഴ റോഡ് നവീകരണവും പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ്. BM&BC നിലവാരത്തിലാണ് റോഡ് നവീകരണം നടപ്പാക്കുന്നത്. അടിസ്ഥാന സൗകര്യ മേഖലയിൽ കാഞ്ഞിരപ്പള്ളിയെ അടയാളപ്പെടുത്തുന്ന വൻകിട പദ്ധതികളാണ് കടന്നു വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി പൂർത്തീകരിച്ച ഏതാണ്ട് 99% പൂർത്തീകരിച്ച പത്തനാട് ഇടേരിക്കപ്പുഴ റോഡാണ്. 36 കോടി രൂപ ചെലവഴിച്ച് കിഫ്ബിയുടെ ധനസഹായത്തോടെ പൂർത്തീകരിക്കുന്ന ഈ റോഡ് ഏതാണ്ട് 1 മാസത്തിലുള്ള നിർമ്മാണം പൂർത്തീകരിക്കുക. ജലജീവൻ മിഷന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ നിയോജകമണ്ഡലത്തിൽ നടന്നുവരുമ്പോഴും കാഞ്ഞിരപ്പള്ളി, ചിറക്കടവ് പഞ്ചായത്തുകൾക്ക് പ്രയോജനകരമാകുന്ന കരിമ്പുകായം കുടിവെള്ള പദ്ധതിക്കായി 69 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്നും വകയിരുത്തിയിരിക്കുന്നത്. ബൃഹത്തായ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഓവർഹെഡ് ടാങ്ക്, വിശാലമായ വിതരണ ശൃംഖല എന്നിവയും യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും. കാഞ്ഞിരപ്പള്ളി, ചിറക്കടവ് പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ തന്നെ കിഫ്ബി മുഖേന 69 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമിട്ടത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജലജീവൻ മിഷൻ മുഖേനയുള്ള പദ്ധതി പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി
നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നിലവിലുള്ള കപ്പാസിറ്റി കുറവാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കിഫിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കുന്നത്. ആ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പൂർത്തീകരിക്കുന്നതോടെ ജലജീവൻ മിഷൻ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ എല്ലാ പ്രദേശത്തും ട്രീറ്റ് ചെയ്ത വെള്ളം എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മണിമലയാറിന്റെ തീരത്തുകൂടി ആവിഷ്കരിച്ചിരിക്കുന്ന കർഷക സൗഹൃദ ലിങ്ക് റോഡ് കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൽ കിഫ്ബി ഫണ്ടോടെ നടപ്പാക്കുന്ന ഏറ്റവും ചെലവേറിയ പദ്ധതികളിലൊന്നാണ്. കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്നും ആരംഭിച്ച് കുളത്തൂർമൂഴിയിലെത്തുന്ന 18 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിനായി 88 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട പാതയായി ഇത് മാറുമെന്നാണ് പ്രതീക്ഷ. 88 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കർഷക സൗഹൃദ ലിങ്ക് റോഡ് കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്ന് ആരംഭിച്ച് കുളത്തൂർമൂഴിയിലെത്തുന്ന 18 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഏകദേശം ഏതാണ്ട് 70% മണിമലയാറിൻ്റെ തീരത്തൂടെ കടന്നു പോകുന്ന ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം ആ റോഡ് പൂർത്തീകരിക്കുമ്പോൾ അത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള റോഡായി മാറും. അതിന് കിഫിയുടെ ധനസഹായം കിട്ടിയിരിക്കുന്നത് 86 കോടി രൂപയാണ്. സാംസ്കാരിക രംഗത്ത് കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിന്റെ കയ്യൊപ്പ് ചാർത്തുന്നതാണ് പ്രശസ്ത സാഹിത്യകാരിയായിരുന്ന ലളിതാംബിക അന്തർജനത്തിന്റെ പേരിൽ നിർമ്മിക്കുന്ന സാംസ്കാരിക കേന്ദ്രം. കങ്ങഴയിൽ 6.25 കോടി രൂപ ചെലവിൽ 5 ഏക്കർ ഭൂമി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയിരുന്നു. ഇവിടെ സാംസ്കാരിക നിലയം സ്ഥാപിക്കുന്നതിന് 25 കോടി രൂപ കൂടി കിഫ്ബിയിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. കൺവെൻഷൻ സെന്റർ, പഠന കേന്ദ്രം, സാംസ്കാരിക സംഗമങ്ങൾക്കുള്ള സൗകര്യം, ആംഫി തിയേറ്റർ അടക്കമുള്ള സംവിധാനങ്ങളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ സാംസ്കാരിക സമുച്ചയങ്ങൾ ആരംഭിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ കിഫി മുഖേനയുള്ള ഈ പദ്ധതിയിൽ കോട്ടയം ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലെ കങ്ങഴ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമമാണ്. 6.25 കോടി രൂപ ചെലവഴിച്ച് അവിടെ നമ്മൾ 5 ഏക്കർ സ്ഥലം വാങ്ങിച്ചു. അതിന് കിഫിയുടെ ഫണ്ടാണ്. അതിനുശേഷം 25 കോടി രൂപ കൂടി അനുവദിച്ചുകൊണ്ട് വാസ്തുശില്പകലയിൽ കേരളത്തിൻ്റെ തനത് ശൈലിയിലുള്ള അതിമനോഹരമായ നമ്മുടെ സാംസ്കാരിക കേന്ദ്രം ലളിതാംബിക അന്തർജനം എന്ന മികച്ച എഴുത്തുകാരിയുടെ പേരിൽ അറിയപ്പെടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സംസ്ഥാന ബജറ്റിലൂടെയോ MP MLA ഫണ്ടുകൾ, ത്രിതല പഞ്ചായത്ത് ഫണ്ടുകൾ എന്നിവ കൊണ്ടോ സാധ്യമാക്കാൻ കഴിയാതിരുന്ന നിരവധി പദ്ധതികളാണ് കിഫ്ബിയിലൂടെ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലും യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. കിഫ്ബിയിലൂടെ നാടിന്റെ മുഖഛായ തന്നെ മാറ്റിയ വികസനമാണ് കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലും കാണാൻ കഴിയുക. അമൃത ന്യൂസ്, കോട്ടയം. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ആയിരങ്ങൾക്ക് സായുജ്യമായി 7:30 പൊന്നാന ദർശനം. മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ 8ാം നാൾ രാത്രിയാണ് ചരിത്ര പ്രസിദ്ധമായി 7:30 പൊന്നാന ദർശനവും വലിയ കാണിക്കയും നടക്കുന്നത്. 7:30 പൊന്നാനപ്പുറത്ത് എഴുന്നള്ളുന്ന ഏറ്റുമാനൂരപ്പനെ കാണാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി എത്തിയ ആയിരങ്ങളാണ് രാത്രിയെ പകലാക്കി കാത്തുനിന്നത്. രാത്രി 11:30 മഹാദേവനെ ശ്രീകോവിലിൽ നിന്ന് ആസ്ഥാന മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചതോടെയാണ് 7:30 പൊന്നാന ദർശനത്തിന് തുടക്കമായത്. നിലവിളക്കുകളുടെയും കർപ്പൂര ദീപങ്ങളുടെയും പൊൻദീപ പ്രഭയിൽ രാത്രി 12-ന് ആസ്ഥാന മണ്ഡപ നട തുറന്നു. കണ്ടുതൊഴാൻ കാത്തുനിന്ന ആയിരങ്ങളുടെ കണ്ഠങ്ങളിൽ നിന്നും ഉയർന്ന പഞ്ചാക്ഷരി മന്ത്രങ്ങളാൽ ക്ഷേത്രാങ്കണം മുഖരിതമായി. ചെങ്ങന്നൂർ പൊന്നുരുട്ട് മഠത്തിലെ പ്രതിനിധി മണ്ഡപത്തിനു മുന്നിലെ പൊന്നിൻകുടത്തിൽ ആദ്യ കാണിക്കയർപ്പിച്ചു. തുടർന്ന് മറ്റ് ഭക്തജനങ്ങളും കാണിക്കയർപ്പിച്ച് 7:30 പൊന്നാനപ്പുറത്ത് എഴുന്നള്ളുന്ന തിരു ഏറ്റുമാനൂരപ്പൻ്റെ ദിവ്യരൂപം ദർശിച്ച് സായുജ്യം നേടി. 7:30 പൊന്നാനകൾ അഷ്ടദിക് ഗജങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് ഐതിഹ്യം. ഐരാവതം, പുണ്ടീരകം, കൗമുദം, അഞ്ജന, പുഷ്പദന്തം, സുപ്രീതകം, സാർവഭൗമൻ, വാമനൻ എന്നിവയാണ് അഷ്ടദിക് ഗജങ്ങൾ. വാമനൻ ചെറുതായതിനാലാണ് അരപ്പൊന്നാന ഉണ്ടായതെന്നും ഐതിഹ്യമുണ്ട്. പുലർച്ചെ 2ഓടെ പൊന്നാനകളെ മതിൽക്കകത്ത് എഴുന്നള്ളിച്ചു. വലിയ വിളക്കിന് ശേഷം ആസ്ഥാന മണ്ഡപത്തിൽ തന്നെ പ്രതിഷ്ഠിച്ച 7:30 പൊന്നാനകളെ ആറാട്ട് ദിവസം ആറാട്ട് എതിരേൽപ്പ് വരെ ദർശിക്കാനാകും. പള്ളിവേട്ട ദിനമായ ഇന്ന് വൈകുന്നേരം വർണ്ണവിസ്മയം തീർക്കുന്ന കുടമാറ്റം നടക്കും. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരും 100-ൽ പരം കലാകാരന്മാരും ചേർന്ന് പാഞ്ചാരിമേളം ഒരുക്കും. 27-ന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും. അമൃത ന്യൂസ്, കോട്ടയം. തിരുവനന്തപുരം കൈമനം മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികാഘോഷങ്ങൾക്ക് ഈ മാസം 28-ാം തീയതി തുടക്കമാകും. ശനി, ഞായർ ദിവസങ്ങളിലായാണ് പ്രതിഷ്ഠാ വാർഷികം ആഘോഷിക്കുന്നത്.
അനന്തപുരിയെ ഭക്തിസാന്ദ്രമാക്കി തിരുവനന്തപുരം കൈമനം മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാവാർഷികത്തിന് ശനിയാഴ്ച തുടക്കമാകും. സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിലേക്ക് ഭക്തന്മാരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനായി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പ്രതിഷ്ഠിച്ചതാണ് ബ്രഹ്മസ്ഥാന ക്ഷേത്രങ്ങളെന്ന് കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി പറഞ്ഞു. സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിലേക്ക് ഭക്തന്മാരുടെ ശ്രദ്ധ ആകർഷിക്കത്തവണ്ണം അമ്മ പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ് ബ്രഹ്മസ്ഥാന ക്ഷേത്രങ്ങൾ. ഏതൊരു ചൈതന്യത്തിൽ നിന്നാണോ ഈശ്വരനും പ്രപഞ്ചവും ജീവനും എല്ലാം ഒന്നിച്ചുണ്ടായി ഒന്നിച്ച് നിലനിന്ന് ഒന്നിച്ച് അസ്തമിക്കുന്നത്, അതിനെ അതിരറ്റ ആ ചൈതന്യത്തെയാണ് നാം ബ്രഹ്മം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ മനുഷ്യരുടെ യഥാർത്ഥ സ്വരൂപം ആ ബ്രഹ്മം തന്നെയാണെന്നുള്ളതാണ് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. ഈ തത്വബോധത്തിലേക്ക് ജനങ്ങളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് അമ്മ ബ്രഹ്മസ്ഥാന ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന നിലയ്ക്ക് സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെ ജാതിയോ മതമോ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ലാതെ ഏവർക്കും സ്വയം പൂജ ചെയ്യാനും ധ്യാനിക്കാനും എല്ലാമുള്ള സൗകര്യങ്ങളുണ്ട്. എന്നാൽ സാമാന്യ ജനങ്ങൾക്ക് അവരുടെ ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് പലവിധ കഷ്ടപ്പാടുകളുണ്ടാകുമ്പോൾ ആധ്യാത്മികത്തിലേക്കൊന്നും മനസ്സ് തിരിയാൻ പ്രയാസമാണ്. അങ്ങനെയുള്ളവർക്കായിട്ട് ഇവിടെ അവരുടെ കർമ്മദോഷങ്ങൾക്കെല്ലാം പരിഹാരമായി ശനി, രാഹു, ചൊവ്വ തുടങ്ങിയ ദശകളിലും അപഹാരങ്ങളിലും അവർക്കുണ്ടാകുന്ന പൊതുവായിട്ട് ജനങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകൾക്ക് പരിഹാരമായിട്ട് ശനിദോഷ ശാന്തി പൂജയും രാഹുദോഷ ശാന്തി പൂജയും ചൊവ്വാദോഷ ശാന്തി പൂജയും വിശേഷമായിട്ട് നടത്തുന്നുണ്ട്. 28-ാം തീയതി ശനിയാഴ്ച രാവിലെ 5 മണിക്ക് ബ്രഹ്മകലശാഭിഷേകം, 6 മണിക്ക് സമൂഹ ലളിതാ സഹസ്രനാമാർച്ചന, മഹാഗണപതി ഹോമം, 7:30 രാഹുദോഷശാന്തി സമൂഹ പൂജ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. 10 മണിക്ക് സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ സത്സംഗവും ഭജനയും ഉണ്ടായിരിക്കും. 2 മണിക്ക് ഭഗവത് നാമ സംഗീതാർച്ചന നടക്കും. 4:30 ശനിദോഷശാന്തി പൂജയും 6:30 വിദ്യാസാഗർ ഗുരുമൂർത്തിയുടെ പ്രഭാഷണവും സംശയ നിവാരണവും ഉണ്ടായിരിക്കുന്നതാണ്. രാത്രി 8:30 പുഷ്പാഭിഷേകം നടത്തും. 1-ാം തീയതി 7:30 ചൊവ്വാദോഷശാന്തി പൂജയും നവഗ്രഹ ഹോമവും, 10-ന് ശ്രീ ലളിതാ സഹസ്രനാമ ഹോമവും ഭജനയും, 2 മണിക്ക് സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ അവതരിപ്പിക്കുന്ന സോപാന നൃത്തവുമുണ്ട്. അന്നേ ദിവസം 5 മണിക്ക് അമൃതശ്രീ അംഗങ്ങൾക്കുള്ള വസ്ത്രവും മൂലധനവും വിതരണം ചെയ്യും. കലാസന്ധ്യയും അരങ്ങേറും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നു. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിപണിയുടെ തുടക്കം എങ്ങനെയായിരിക്കും? ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ വളരെ അപ്രതീക്ഷിതമായി വിപണിയിൽ ഒരു വിൽപ്പനയിലായിരുന്നു. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെയായിരുന്നു വിപണിയിൽ ഇന്നലെ വിൽപ്പന ഉണ്ടായത്. ഒരു പറയാവുന്ന ഒരു കാരണം US സോളാർ പാനലുകൾക്ക്, ഇന്ത്യയിൽ നിന്നുള്ള സോളാർ പാനലുകൾക്ക് 100% ടാക്സ് ഏർപ്പെടുത്തി എന്നുള്ള ഒരു കാര്യമാണ്. അത് ആ ഒരു മേഖലയെ ബാധിച്ചു എന്നുള്ളത് ശരിയാണ്. മറിച്ച് മറ്റൊരു കാരണങ്ങളും ഇല്ലാതെ വിപണിയിൽ നഷ്ടം തുടർന്നു. മറ്റ് ആഗോള വിപണികളിലെല്ലാം നേട്ടം തന്നെയായിരുന്നു. പ്രത്യേകിച്ചും ഏഷ്യൻ വിപണികളിൽ ജപ്പാൻ, സൗത്ത് കൊറിയ തുടങ്ങിയ വിപണികൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിയ ദിവസമായിരുന്നു ഇന്നലെ. മറ്റ് വിപണികളിലെല്ലാം US-ലും യൂറോപ്പിലും എല്ലാം നേട്ടം തന്നെയായിരുന്നു. ഇവിടെ ഈ വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട കാരണം ചെറുകിട നിക്ഷേപകർ വിപണിയിൽ വലിയ ഒരു ആശങ്കയോടുകൂടി ഇടപെടുന്നതാണ്. വരും ദിവസങ്ങളിലും ഈ തരത്തിലുള്ള ഒരു അസ്വസ്ഥതകൾ വിപണിയെ ബാധിച്ചേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും ഒരുപോലെ വിപണിയിൽ ഇന്നലെ അറ്റ നിക്ഷേപത്തിലായിരുന്നു. എന്നാൽ അതൊന്നും വിപണിയുടെ വീഴ്ചയെ പ്രതിരോധിക്കാനുമായില്ല. എല്ലാ സാങ്കേതിക നിലവാരങ്ങളും വിപണി വീണ്ടും ഭേദിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വ്യാപാരം അവസാനിപ്പിക്കുമ്പോൾ നേരിയ നേട്ടത്തിൽ മാത്രമാണ് വിപണിയിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയുടെ ആദ്യ പകുതിയിൽ ഉണ്ടായിരുന്ന ആ ഒരു നേട്ടമെല്ലാം ഇല്ലാതാവുന്ന രീതിയിലായിരുന്നു വ്യാപാരം നടന്നത്. വരും ദിവസങ്ങളിലും ഈ രീതിയിലുള്ള ഏറ്റക്കുറച്ചുകൾ വിപണി തുടരാനാണ് സാധ്യത. 25,800 എന്നുള്ള നിലവാരം തന്നെയാണ് മുൻനിര സൂചിയായ നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരം മറികടന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി ഒരു തുടർച്ചയായി നേട്ടം വിപണിയിൽ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. എന്തായാലും ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെയായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. Can you feel that? Greens on backs with the crest held high. One more ball and we touch the sky.
T20 ലോകകപ്പിൽ നിന്ന് ആതിഥേയരായ ശ്രീലങ്ക പുറത്ത്. സൂപ്പർ 8-ലെ രണ്ടാം മത്സരത്തിൽ ന്യൂസിലൻഡിനോട് തോറ്റതോടെയാണ് ലങ്ക പുറത്തായത്. 61 റൺസിനാണ് കിവീസിന്റെ ജയം. ന്യൂസിലൻഡ് ഉയർത്തിയ 169 റൺസ് ജയം പിന്തുടർന്ന ലങ്കയ്ക്ക് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റിന് 107 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ജയത്തോടെ ന്യൂസിലൻഡ് സെമി പ്രതീക്ഷ സജീവമാക്കി. അതേസമയം പാകിസ്ഥാന്റെ നില പരിങ്ങലിലുമായി. T20 ലോകകപ്പിൽ ഇന്ത്യക്ക് ഇന്ന് നിർണായകമാണ്. സൂപ്പർ 8 പോരിൽ ഇന്ത്യ ഇന്ന് സിംബാബ്വേയെ നേരിടും. സെമി സാധ്യത നിലനിർത്താൻ ടീമിന് വലിയ മാർജിനിലുള്ള ജയം അനിവാര്യമാണ്. വെസ്റ്റ് ഇൻഡീസും ദക്ഷിണാഫ്രിക്കയും ആദ്യ 2 സ്ഥാനങ്ങളിലുള്ള ഗ്രൂപ്പിൽ കുറഞ്ഞ റൺ റേറ്റുമായി ഇന്ത്യ മൂന്നാമതാണ്. ആദ്യ 2 ടീമുകൾക്കാണ് സെമിയിലേക്ക് പ്രവേശം. മലയാളി താരം സഞ്ജു സാംസൺ ഓപ്പണറായി തിരിച്ചെത്തിയേക്കും. തിലക് വർമ്മയോ റിങ്കു സിംഗോ ആയിരിക്കും പുറത്താകുക. വാഷിംഗ്ടൺ സുന്ദറിന് പകരം അക്സർ പട്ടേലും ഇന്ന് കളിക്കാൻ സാധ്യതയുണ്ട്. മറുവശത്ത് ഗ്രൂപ്പ് ഘട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയും ശ്രീലങ്കയും കീഴടക്കി 1ാം സ്ഥാനക്കാരായാണ് സിംബാബ്വെ സൂപ്പർ 8-ൽ എത്തിയത്. ഇതോടെ ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം.